മുസ്ലിംസിന് ഇതൊരു ഇഷ്യൂ അല്ല, ക്രിസ്ത്യാനികൾക്കൊരു ഇഷ്യൂ അല്ല, ഹിന്ദുക്കൾക്കൊരു ഇഷ്യൂ അല്ല. ദേശീയ ഗീതം, ദേശീയ ഗാനം അവരാരെയും ബാധിക്കുന്നില്ല. ഒന്ന് ആലോചിക്കൂ. ദേശീയ ഗാനം ജനഗണമന ഇന്നിപ്പോൾ ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് പാടണ്ട, കാരണം അതിൽ എൻ്റെ സംസ്ഥാനത്തിൻ്റെ പേരില്ല, ദ്രവിഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാണ് ഈ മുസ്ലിം ലീഗ് പറയുന്നത് വന്ദേ മാത്രം ഞങ്ങൾക്ക് പാടാൻ കഴിയില്ല എന്ന്? ഇത് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇവിടെ വിഭജിക്കാനും ആ രാഷ്ട്രീയം, മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രീയം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ഞാൻ ഇപ്പോ ഏറെ റെസ്പോൺസിബിലിറ്റി പറയാണ്. തകരാറുണ്ടാവും, അപകടം ഉണ്ടാവും. നിങ്ങളത് ചെയ്യാൻ പാടില്ല. ഇത് നിയമങ്ങൾ പാലിക്കണം. നിങ്ങൾക്ക് ഒരു അനുവാദവും ഇല്ല. നിങ്ങൾ ദേശീയ ഗാനം പാടില്ല, ദേശീയ ഗീതം പാടില്ല, ഭരണഘടനയുടെ ഈ ആർട്ടിക്കിൾ ഞങ്ങൾ പാലിക്കില്ല, അതിനൊന്നും ആർക്കും അനുവാദമില്ല. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അവകാശമുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടിയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം. വന്ദേ മാതരം ദേശീയ ഗീതമാണ്. വന്ദേ മാതരം പാടണം എന്ന് പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. പാർലമെന്റ് പാസാക്കിയ നിയമം നാടിന്റെ നിയമമാണ്, രാജ്യത്തിന്റെ നിയമമാണ്. അതിനെ പാലിക്കാനൊരു ഫ്ലെക്സിബിലിറ്റി ആർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ അവസാനം പറയുന്നത്, ഇതൊരു ലീഗൽ ഇഷ്യൂ ആണ്. അതിന് കോൺസിക്വൻസസ് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനൊരു വക്കീലല്ല, ഞാനൊരു ലോയിൽ വിദ്വാനല്ല. പക്ഷേ ഈ സംസ്ഥാനത്തിന്റെ സർക്കാരിന് ഇത് കോൺസിക്വൻസസ് ഉണ്ടാവുമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. മറ്റേത്, ഇങ്ങനത്തെ രാഷ്ട്രീയം മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ BJP വിവാദത്തിൽ പെടാനോ വിവാദം ഉണ്ടാക്കാനോ ഒരു കെയോസ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ നാടിന് വിഭജിക്കാൻ ഈ മുഹമ്മദ് അലി ജിന്ന ചെയ്ത കാര്യങ്ങൾ ഇനിയിപ്പോ ഇവിടെ കുഞ്ഞാലിക്കുട്ടിയും അവരുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചാൽ ഞങ്ങളത് അങ്ങനെ വിട്ടുതരില്ല. ഇന്നു മുതൽ BJP ഇതിന്റെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങളൊരു വലിയ പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നു. ഈ വിഭജന രാഷ്ട്രീയം, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വിതിൻ കോൺസ്റ്റിറ്റ്യൂഷൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗിന്റെ ജമാഅത്തെ ഇസ്ലാമിന്റെ രാഷ്ട്രീയത്തിനെ എതിർക്കാൻ BJPയും NDA ഉണ്ടാവും എന്ന് ഇന്നു മുതൽ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തകരും യുവമോർച്ചയും എല്ലാവരും ഒരുമിച്ച് ഇതിനു വേണ്ടി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു.